നമസ്കാരം. ആസാദ് യുണൈറ്റഡ് ഡിഷിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. സഹകരിക്കണോ വേണ്ടയോ അൻവറിന് തീരുമാനിക്കാമെന്ന സതീശൻ. ഭീഷണിക്ക് വഴങ്ങാതെ UDF. മാസപ്പിറവി ദൃശ്യമായില്ല. കേരളത്തിൽ ബലിപെരുന്നാൾ ജൂൺ 7-ന്. അംഗീകാരമില്ലാത്ത സ്കൂളിൽ പഠിച്ച കുട്ടികൾക്ക് പ്രവേശനത്തിന് ഉത്തരവിറങ്ങി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. കാലവർഷം. കണ്ണൂർ ജില്ലയിൽ KCBക്ക് 8.96 കോടിയുടെ നഷ്ടം. സംസ്ഥാനത്ത് മഴ തുടരും. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഹകരിക്കണോ എന്ന് PV അൻവറിന് തീരുമാനിക്കാമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അൻവർ തീരുമാനം പ്രഖ്യാപിച്ചാൽ UDF തങ്ങളുടെ അഭിപ്രായം പറയുമെന്നും അദ്ദേഹം പറഞ്ഞു. UDF നേതൃയോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ PV അൻവർ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്ന് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. PV അൻവറാണ് അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. തെരഞ്ഞെടുപ്പുമായി സഹകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. തെരഞ്ഞെടുപ്പുമായും സ്ഥാനാർത്ഥിയുടെ പ്രചരണവുമായും അദ്ദേഹം സഹകരിച്ചാൽ തീർച്ചയായും ഞങ്ങൾ ഒരുമിച്ച് പോകുമെന്ന് VD സതീശൻ പറഞ്ഞു. PV അൻവറിനെ മുന്നണിയിലെടുക്കുന്ന കാര്യത്തിൽ തീരുമാനത്തിലെത്തിയോ എന്ന ചോദ്യത്തിന് അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. തെരഞ്ഞെടുപ്പുമായും UDFന്റെ പ്രവർത്തനവുമായി സഹകരിച്ചു പോകണോ വേണ്ടയോ എന്ന് അദ്ദേഹം എടുക്കേണ്ട വ്യക്തിപരമായ തീരുമാനമാണെന്നും അദ്ദേഹം എടുത്താൽ UDF തങ്ങളുടെ അഭിപ്രായം പറയാമെന്നും VD സതീശൻ പറഞ്ഞു. അൻവറിനാണോ UDFനെ വേണ്ടത്, UDFനാണോ അൻവറിനെ വേണ്ടത് എന്ന ചോദ്യത്തിന് അത് അദ്ദേഹം തീരുമാനിക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. കേരളത്തിൽ ബലിപെരുന്നാൾ ജൂൺ 7 ശനിയാഴ്ച. ചൊവ്വാഴ്ച മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ ദുൽഹജ്ജ് 1 വ്യാഴാഴ്ചയായിരിക്കും. അറഫ നോമ്പ് ജൂൺ 6-നായിരിക്കുമെന്നും ബലിപെരുന്നാൾ ജൂൺ 7-നായിരിക്കുമെന്നും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പ്രൊഫസർ ആലിക്കുട്ടി മുസല്ലിയാർ, കാന്തപുരം AP അബൂബക്കർ മുസല്ലിയാർ എന്നിവർ അറിയിച്ചു. അംഗീകാരമില്ലാത്ത സ്കൂളുകൾ 1 മുതൽ 9 വരെ ക്ലാസുകളിൽ പഠിച്ചിരുന്ന കുട്ടികൾക്ക് അംഗീകാരമുള്ള സ്കൂളുകളിൽ പ്രവേശനം നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ഈ കുട്ടികൾക്ക് TC ലഭ്യമാക്കിയതിനാലാണ് ഇത്. 2 മുതൽ 8 വരെ ക്ലാസുകളിൽ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം വയസ്സടിസ്ഥാനത്തിലുള്ള 9, 10 ക്ലാസുകളിൽ വയസ്സിന്റെയും പ്രവേശന പരീക്ഷയുടെയും അടിസ്ഥാനത്തിലുമാണ് പ്രവേശനം. 9, 10 ക്ലാസുകളിൽ പ്രവേശന പരീക്ഷ വകുപ്പ് തയ്യാറാക്കുന്ന ചോദ്യപേപ്പർ ഉപയോഗിച്ചാകും. ഇതിനായി ടൈം ടേബിൾ തയ്യാറാക്കും. വിദ്യാഭ്യാസ ഓഫീസർക്കാണ് പരീക്ഷയുടെ മേൽനോട്ടം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ കൊട്ടാരക്കര മണികണ്ഠേശ്വര മഹാഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം വിൽപ്പനയിൽ ക്രമക്കേട് നടക്കുന്നതായും മതിയായ രസീതുകൾ കൊടുക്കാതെ ഉണ്ണിയപ്പം വിതരണം നടത്തി പൈസ വാങ്ങുന്നതായും നിലവാരമില്ലാത്ത ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതായും പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രത്തിലെ ദേവസ്വം ഓഫീസർ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തി. രാവിലെ 8:30 ആരംഭിച്ച മിന്നൽ പരിശോധന വൈകിട്ട് 4-ന് അവസാനിച്ചു. മിന്നൽ പരിശോധനയിൽ പ്രസാദ കൗണ്ടർ മുഖേന രസീത് എടുക്കാതെ നേരിട്ട് പൈസ വാങ്ങി ഉണ്ണിയപ്പം വിതരണം നടത്തിയത് കണ്ടെത്തുകയും പ്രസാദ വിതരണ കൗണ്ടറിൽ നിന്നും കണക്കിൽപ്പെടാത്ത 12,300 രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു. ഉണ്ണിയപ്പത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിന് ഫുഡ് സേഫ്റ്റി വകുപ്പ് ഉദ്യോഗസ്ഥരെ കൊണ്ട് സാമ്പിളുകൾ ശേഖരിച്ചിട്ടുണ്ട്. തൃശൂർ RT ഓഫീസിലെ ചില ഉദ്യോഗസ്ഥർ ഫിറ്റ്നസ് ടെസ്റ്റ്, മറ്റു ഓഫീസ് സേവനങ്ങൾ എന്നിവയ്ക്കായി വരുന്ന അപേക്ഷകരിൽ നിന്നും ഓഫീസ് പരിസരത്ത് കാണുന്ന ഏജന്റുമാർ മുഖേന കൈക്കൂലി വാങ്ങുന്നതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസിന് തൃശൂർ RT ഓഫീസിൽ മിന്നൽ പരിശോധന നടത്തിയത്. കാസർഗോഡ് കാനങ്ങാട് സബ് RT ഓഫീസിലും 4 ഡ്രൈവിംഗ് സ്കൂളുകളിലും വിജിലൻസിന്റെ മിന്നൽ പരിശോധന. കാസർഗോഡ് ജില്ലയിലെ കാനങ്ങാട് സബ് RT ഓഫീസിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്നതായി വിജിലൻസിന് വിവരം ലഭിച്ചിരുന്നു. ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ആവശ്യമായ ക്ലാസ് മുറികളും പാർക്കിംഗ് ഏരിയകളും ഉൾപ്പെടെയുള്ള കെട്ടിടം സ്വന്തമായോ വാടകയ്ക്കോ ഡ്രൈവിംഗ് സ്കൂൾ ഉടമസ്ഥന്റെ പേരിൽ ഉണ്ടായിരിക്കണമെന്നും പഠിതാക്കൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനാവശ്യമായ വാഹനങ്ങൾ അതത് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകളുടെ ഉടമസ്ഥന്റെ പേരിലായിരിക്കണമെന്നുമുള്ള ഡ്രൈവിംഗ് വ്യവസ്ഥകൾ വിരുദ്ധമായും ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നതിന് സാധുവായ ലൈസൻസ് ഇല്ലാത്തവരും ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നതായും വിജിലൻസ് വിവരം ലഭിച്ചു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാനങ്ങാട് സബ് RT ഓഫീസിലും സബ് RT ഓഫീസ് പരിധിയിൽ വരുന്ന 4 ഡ്രൈവിംഗ് സ്കൂളുകളിലും മിന്നൽ പരിശോധന നടത്തിയത്. മിന്നൽ പരിശോധനയിൽ ഡ്രൈവിംഗ് സ്കൂളുകൾ മാനദണ്ഡങ്ങൾ പൂർണ്ണമായും പാലിച്ചില്ല പ്രവർത്തിക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പറായ 1064 എന്ന നമ്പറിലോ 8592000900 എന്ന നമ്പറിലോ വാട്സപ്പ് നമ്പറിലോ അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ ശ്രീ മനോജ് എബ്രഹാം അറിയിച്ചു. ജില്ലയിൽ ഒരാഴ്ചയായി തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും കാർഷിക മേഖലയിൽ വ്യാപക നാശനഷ്ടം. ഇതുവരെ
10,147 ഹെക്ടർ ഭൂമിയിലായി 4.5 കോടിയോളം രൂപയുടെ കൃഷിനാശം സംഭവിച്ചതായി കൃഷി വകുപ്പ് അറിയിച്ചു. 4,619 കർഷകരെയാണ് മഴക്കെടുതി ബാധിച്ചത്. പേരാവൂർ, പയ്യന്നൂർ ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പേരാവൂരിൽ 95.59 ലക്ഷം രൂപയുടെയും പയ്യന്നൂരിൽ 92.08 ലക്ഷം രൂപയുടെയും നഷ്ടവും രേഖപ്പെടുത്തി. ജില്ലയിൽ 34.08 ഹെക്ടർ വാഴക്കൃഷിയിൽ 2,39 ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത്. 39,921 കുലച്ച വാഴകൾ നശിക്കുകയും 1,272 കർഷകരെ ബാധിക്കുകയും ചെയ്തു. കുലയ്ക്കാതെ വാഴകൾ നശിച്ച് 56.20 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. 673 റബ്ബർ കർഷകരെ മഴ ബാധിച്ചു. ജില്ലയിൽ 11.83 ഹെക്ടർ സ്ഥലത്താണ് റബ്ബർ കൃഷി നടത്തുന്നത്. ഇതിൽ 2,847 ടാപ്പിംഗ് നടത്തുന്ന റബ്ബർ മരങ്ങളും ടാപ്പിംഗ് ഇല്ലാതെ 1,010 റബ്ബർ മരങ്ങളും നശിച്ചു. ആകെ 72.09 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു. 21.76 ഹെക്ടറിലുള്ള തെങ്ങ് കൃഷിയിൽ 1,057 തെങ്ങുകൾ നശിച്ചു. 52.85 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു. 595 തെങ്ങ് കർഷകരെയാണ് ദുരന്തം ബാധിച്ചത്. 10.87 ഹെക്ടർ ഭൂമിയിലായി കുലച്ച 2,093 കവുങ്ങുകളും 808 കവുങ്ങുകളും നശിച്ചു. 724 കവുങ്ങ് കർഷകർക്ക് 8.3 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു. കുരുമുളക് കൃഷിയിൽ 4.2 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. കശുമാവിൻ കൃഷിയിൽ 1.69 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു. തെങ്ങ് കൃഷിയിൽ 6.75 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി. 225 തെങ്ങുകൾ നശിച്ചതായും കൃഷി വകുപ്പ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ കാലവർഷം കനത്തതോടെ ജില്ലയിൽ KSEBക്ക് ഇതുവരെ 8.96 കോടി രൂപയുടെ നാശനഷ്ടം. കനത്ത കാറ്റിലും മഴയിലും മരങ്ങൾ വീണും മണ്ണിടിഞ്ഞുമായി നിരവധി പോസ്റ്റുകൾ, ലൈൻ കമ്പികളും നശിച്ചു. മെയ് 20 മുതലുണ്ടായ കാലവർഷക്കെടുതിയിൽ കണ്ണൂർ ഇലക്ട്രിക്കൽ സർക്കിളിൽ 4.92 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. 616 വൈദ്യുതി പോസ്റ്റുകൾ നശിച്ചു. 1953 ഇടങ്ങളിൽ ലൈൻ കമ്പി പൊട്ടി. ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ തകരാറിലായി. വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി വിതരണത്തിന് വലിയ തടസ്സം നേരിടേണ്ടി വന്നു. ശ്രീകണ്ഠാപുരം ഇലക്ട്രിക്കൽ സർക്കിളിൽ 95 ഹൈ ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റുകളും 677 ലോ ടെൻഷൻ ഇലക്ട്രിക് പോസ്റ്റുകളും നശിച്ചു. 42 ഇടങ്ങളിൽ ഹൈ ടെൻഷൻ കേബിളുകൾ പൊട്ടി. 1531 ഇടങ്ങളിൽ ലോ ടെൻഷൻ കേബിളുകളും പൊട്ടി വീണു. 2 ട്രാൻസ്ഫോമറുകളും നശിച്ചു. ആകെ 4.04 കോടി രൂപയുടെ നഷ്ടമാണ് ഇതുവരെ കണക്കാക്കിയത്. സംസ്ഥാനത്ത് മഴ തുടരും. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട് തുടരുന്നു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതും പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുന്നതും സംസ്ഥാനത്ത് മഴ ശക്തിപ്പെടാൻ കാരണമായെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ടുമാണ് നിലനിൽക്കുന്നത്. വരുന്ന 5 ദിവസം കൂടി ശക്തമായത് മുതൽ അതിതീവ്രമായ മഴ സംസ്ഥാനത്ത് തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസം പടിഞ്ഞാറൻ കാറ്റ് കേരളത്തിന് മുകളിൽ ശക്തമായി തുടരാനാണ് സാധ്യത. നിലവിൽ മണിക്കൂറിൽ 50 മുതൽ 60 കിലോമീറ്റർ വേഗതയിൽ വരെയാണ് കാറ്റ് വീശുന്നത്. ഇതിനു പുറമെ ഒഡീഷ തീരത്ത് സമീപം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദവും സംസ്ഥാനത്ത് മഴ കനക്കുന്നതിന് കാരണമായി. മലയോര മേഖലയ്ക്കും തീരദേശ മേഖലയ്ക്കും ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 31 വരെ മത്സ്യബന്ധനത്തിന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന തിരമാല ജാഗ്രതാ മുന്നറിയിപ്പും തീരദേശത്തിന് പ്രത്യേകമായി നൽകിയിട്ടുണ്ട്. മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ അതാത് ജില്ലാ ഭരണകൂടങ്ങളോട് ആവശ്യമായ മുൻകരുതലുകൾ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകി. ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് ജനങ്ങളോടും ആവശ്യപ്പെട്ടു. തെയ്യം മ്യൂസിയം പ്രവൃത്തി ഉദ്ഘാടനം 29-ന്. സംസ്ഥാന മ്യൂസിയം വകുപ്പ് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ചന്തപ്പുരയിൽ സ്ഥാപിക്കുന്ന തെയ്യം മ്യൂസിയത്തിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം മെയ് 29-ന് വ്യാഴാഴ്ച വൈകിട്ട് 5 മണിക്ക് രജിസ്ട്രേഷൻ മ്യൂസിയം മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും. ഉത്തര മലബാറിലെ അനുഷ്ഠാന കലാരൂപമായ തെയ്യങ്ങളുടെ കഥ പറയുന്ന ഒരു മ്യൂസിയം കല്യാശ്ശേരി മണ്ഡലത്തിലെ ചന്തപ്പുരയിൽ സ്ഥാപിക്കുമെന്ന് 1ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് പ്രഖ്യാപിക്കുകയും തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് അതിനാവശ്യമായ സ്ഥലം വിട്ടുനൽകുകയും ചെയ്തിരുന്നതാണ്. തുടർന്ന് തയ്യാറാക്കിയ വിശദമായ രൂപരേഖയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 7.96 കോടി രൂപയ്ക്ക് പുതുക്കിയ ഭരണാനുമതി ലഭ്യമാക്കുകയും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ നിർമ്മാണ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങിൽ എം വിജിൻ MLA അധ്യക്ഷനാവും. ദേശീയപാതയിലെ മണ്ണിടിച്ചിലും വെള്ളക്കെട്ടവും നാശനഷ്ടങ്ങൾ ദേശീയപാത അതോറിറ്റിയും കരാറുകാരും സമയബന്ധിതമായി പരിഹരിക്കണം. കളക്ടർ. കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയിൽ തളിപ്പറമ്പ, കുപ്പം, പരിയാരം ഭാഗങ്ങളിലും ജില്ലയിലെ മറ്റു ഭാഗങ്ങളിലും ദേശീയപാത 66 നിർമ്മാണത്തിനോടനുബന്ധിച്ച്
മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തും മൂലം സമീപവാസികൾക്കുണ്ടായ നാശനഷ്ടങ്ങൾ ദേശീയപാത അതോറിറ്റിയും കരാറുകാരും സമയബന്ധിതമായി പരിഹരിക്കണമെന്ന് ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ ഉത്തരവിട്ടു. ചെളിയും മണ്ണും കയറിയ വീടുകൾ കരാറുകാരുടെ പൂർണ്ണ ചെലവിൽ നീക്കി വൃത്തിയാക്കുന്നതിനും വെള്ളക്കെട്ട് ഭാഗങ്ങളിൽ നിന്നും വെള്ളവും ചെളിയും 2 ദിവസത്തിനകം പൂർണ്ണമായി നീക്കുവാനുള്ള നടപടി സ്വീകരിക്കുവാനും ദേശീയപാത അതോറിറ്റിക്കും ബന്ധപ്പെട്ട കരാറുകാരായ മേക്ക എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, വിശ്വസമുദ്ര എന്നിവർക്കും നിർദ്ദേശം നൽകി. ജില്ലാ റൂറൽ സിറ്റി പോലീസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവർ സമർപ്പിച്ച ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടിൽ സ്ഥലപരിശോധന നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതായി ദേശീയപാത അതോറിറ്റിക്കും ബന്ധപ്പെട്ട കരാറുകാർക്കും മെയ് 26 ഉത്തരവ് പ്രകാരം ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ഈ വർഷം തെക്ക് പടിഞ്ഞാറൻ മാൺസൂൺ സീസൺ അവസാനിക്കുന്നതുവരെ ബന്ധപ്പെട്ട കരാറുകാർ മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും ജില്ലാ അടിയന്തര പ്രവർത്തന കേന്ദ്രത്തിലേക്ക് ആഴ്ചതോറുമുള്ള സ്റ്റാറ്റസ് റിപ്പോർട്ട് സമർപ്പിക്കാനും PUNHAI പ്രൊജക്ട് ഡയറക്ടറോട് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. മണ്ണിടിച്ചിൽ കൊട്ടിയൂർ പാൽച്ചുരം റോഡിൽ ഗതാഗതം നിരോധിച്ചു. കൊട്ടിയൂർ പാൽച്ചുരം ബോയ്സ് ടൗൺ റോഡിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പൂർണ്ണമായും നിരോധിച്ചതായി കണ്ണൂർ ജില്ലാ കളക്ടർ അറിയിച്ചു. വാഹനങ്ങൾ പേരിയ ചുരം നീടുംപൊയിൽ റോഡ് വഴി പോകേണ്ടതാണ്. കണ്ണൂരിൽ സൗജന്യ റെഡ് ആംബുലൻസ് സേവനം തുടങ്ങി കിംസ് ശ്രീചാന്ദ് ആശുപത്രിയിലും ഇന്ത്യയിലെ മുൻനിര ആംബുലൻസ് സേവനദാതാക്കളായ റെഡ് ഹെൽത്ത് ക്യാമ്പയിനുമായി ചേർന്ന് റെഡ് ആംബുലൻസ് സേവനം കണ്ണൂരിൽ സേവനം തുടങ്ങി. രോഗികളെ വീട്ടിൽ നിന്നും തന്നെ സൗജന്യമായി വിദഗ്ധ ചികിത്സ നൽകിക്കൊണ്ട് ആശുപത്രിയിൽ എത്തിക്കുന്ന സേവനത്തിന്റെ ഉദ്ഘാടനം മുൻ എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗ് നിർവഹിച്ചു. മേയർ മുസ്ലിം മഠത്തിൽ ആംബുലൻസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. എമർജൻസി മെഡിസിൻ HOD ഡോക്ടർ അഭിരാം അർജുൻ കുമാർ അധ്യക്ഷനായി. റെഡ് ഹെൽത്ത് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ തൗസീഫ് തങ്ങൾവടി, കിംസ് യൂണിറ്റ് ഹെഡ് ഡോക്ടർ PV ദിൽഷാദ്, ഡോക്ടർ PV രവീന്ദ്രൻ, ഡോക്ടർ ഡോ തോമസ് കാക്കനാട് പങ്കെടുത്തു. കേരളത്തിൽ ആദ്യമായാണ് റെഡ് ഹെൽത്തിന്റെ ആംബുലൻസ് എത്തുന്നത്. കോൾ ലഭിച്ച 7 മിനിറ്റിനകം ഡോക്ടർ സഹിതം ആംബുലൻസ് സേവനം ലഭ്യമാക്കും. അത്യാധുനിക ഉപകരണങ്ങളോടും പരിശീലനം ലഭിച്ച മെഡിക്കൽ ടീമുമായുമുള്ള ഈ ആംബുലൻസിൽ രോഗിയെ ആശുപത്രിയിലെത്തിക്കും. മുമ്പ് തന്നെ മികച്ച അടിയന്തര ചികിത്സ നൽകാൻ സാധിക്കും. JCI അക്രഡിറ്റുള്ള കേരളത്തിലെ ആദ്യത്തെ ആംബുലൻസ് കൂടിയാണിത്. ഹൃദയാഘാതം, ട്രോമ, റോഡ് അപകടങ്ങൾ തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ ഈ സേവനം രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ സഹായിക്കുമെന്ന് കിംസ് ശ്രീചാന്ദ് ക്ലസ്റ്റർ CEO ഫർഹാൻ യാസീൻ പറഞ്ഞു. 24 മണിക്കൂറും ഈ സൗജന്യ സേവനം ലഭ്യമാക്കും. ഇന്ത്യയിൽ 10,000-ലധികം ആംബുലൻസുകൾക്ക് സേവനം നൽകുന്ന റെഡ് ഹെൽത്ത് കമ്പനിയുടെ ഭാഗമായാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. റോഡ്, റെയിൽ, എയർ ഉൾപ്പെടെയുള്ള രംഗത്ത് ഏറ്റവും മികച്ച ആംബുലൻസ് സേവനങ്ങൾ നൽകുന്ന കമ്പനിയാണ് റെഡ് ഹെൽത്ത്. സ്കൂൾ തുറക്കൽ മുന്നൊരുക്ക യോഗം ചേർന്നു. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ജില്ലയിലെ വിവിധ വകുപ്പ് തലവന്മാരുടെയും ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, പ്രഥമ അധ്യാപകർ, പ്രിൻസിപ്പൽമാർ എന്നിവരുടെയും യോഗം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേർന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് സംസ്ഥാനത്തിന് മാതൃകയാക്കാൻ കണ്ണൂർ ജില്ലാ കളക്ടർ ഇന്നും ഇത് നിലനിർത്തുന്നതിന് തുടക്കം മുതൽ പരിശ്രമം വേണമെന്നും പ്രസിഡന്റ് പറഞ്ഞു. അഡീഷണൽ SP P വേണുഗോപാൽ സ്കൂളുകളിൽ നടത്തേണ്ട ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളോട് കുറിച്ച് സംസാരിച്ചു. സ്കൂളുകളും പരിസരവും PTA, നാട്ടുകാർ, സന്നദ്ധ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെ വൃത്തിയാക്കുക. സ്കൂൾ പരിസരങ്ങൾ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള പ്രവർത്തനങ്ങൾ, വെള്ളിയാഴ്ച ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ, ശുചിമുറികൾ വൃത്തിയാക്കുക. കുടിവെള്ളം പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കി മാത്രം ഉപയോഗിക്കുക. സ്കൂളുകളിലെ പുകയില രഹിത സ്ഥാപനങ്ങളാക്കി പ്രഖ്യാപിക്കുക. ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തുക. അപകടകരമായ മരങ്ങൾ മുറിച്ചു മാറ്റുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ സ്കൂൾ പ്രധാന അധ്യാപികമാർക്കും പ്രിൻസിപ്പൽമാർക്കും നൽകി. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ പെർളശ്ശേരി AKG മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ലക്ഷ്മി S നായരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MV ശ്രീജിനി, ജില്ലാ പഞ്ചായത്ത് അംഗം ആബിദ ടീച്ചർ, DD ഷൈനി, D റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ R രാജേഷ് കുമാർ, SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ EK വിനോദ്, വിദ്യാകിരണം മിഷൻ കോർഡിനേറ്റർ സുധീർ KC, ഡയറ്റ് പ്രിൻസിപ്പൽ VV പ്രേമരാജൻ, VHC അസിസ്റ്റന്റ് ഡയറക്ടർ ഉദയകുമാരി, ഡെപ്യൂട്ടി DMO ഡോക്ടർ KT രേഖ, ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ MK അനൂപ് കുമാർ എന്നിവർ സംസാരിച്ചു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.